കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് ടിവികൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്. അമരമ്പലത്ത് മുസ്ലിം ലീഗ് അംഗം രാജിവെച്ച ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് അംഗത്തെ ഐക്യകണ്ഠ്യേന തെരഞ്ഞെടുത്തു. 16ാം വാർഡ് അംഗമായ രത്നകുമാറാണ് പുതിയ അധ്യക്ഷൻ. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ UDF അധികാരത്തിൽ വന്നതിനു ശേഷം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അമരമ്പലത്തെ കീഴ്വഴക്ക പ്രകാരം UDF ഭരണത്തിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവി കോൺഗ്രസിനുള്ളതാണ്. എന്നാൽ ആദ്യം നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസിലെ രത്നകുമാർ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള നോമിനേഷൻ നൽകിയതിന് പിന്നാലെ രത്നകുമാറിനെതിരെ മുസ്ലിം ലീഗിലെ VK ഗോപാലൻ മത്സരിക്കാനായി പത്രിക നൽകി. ഇത് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നതോടെ 5 പേരുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ CPM അംഗമായ ഇല്ലിക്കൽ ഹുസൈൻ ലീഗ് സ്ഥാനാർത്ഥിയായ VK ഗോപാലന് വോട്ട് ചെയ്തു. ലീഗിലെ ഒരു വിഭാഗം ആളുകളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് VK ഗോപാലൻ മത്സരത്തിനിറങ്ങിയിരുന്നത്. ഇതോടെ CPM അംഗത്തിന്റെ പിന്തുണയോടെ VK ഗോപാലനെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. UDF മുന്നണി സംവിധാനമുള്ള പഞ്ചായത്തായ അമരമ്പലത്ത് വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്കാണ് ഇത് കൊണ്ടെത്തിച്ചത്. ഇതേ തുടർന്ന് അമരമ്പലത്തെ UDFൽ ശക്തമായ ഭിന്നത രൂപപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാൻ MLA മുൻകൈയെടുത്തില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വരെ ഇത് ബാധിക്കാനിടയുണ്ടെന്ന കാരണത്താൽ ആര്യാടൻ ഷൌക്കത്ത് MLA ഇടപെട്ട് സമവായമുണ്ടാക്കിയതിനെ തുടർന്നാണ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവി ഗോപാലൻ പിന്നീട് രാജിവെച്ചത്. 22 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസ് 12, ലീഗ് 5, CPM 5 എന്നിങ്ങനെയാണ് നില. ലീഗിന്റെ സഹായമില്ലാതെ തന്നെ കോൺഗ്രസിന് ഭരിക്കാമെന്നുള്ളതുകൊണ്ട് ലീഗിന് ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല. ലീഗിലെ ഒരു വിഭാഗം നിലവിലെ സാഹചര്യത്തിൽ അസംതൃപ്തരാണ്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.